A+ട്യൂബിലേക്ക് സ്വാഗതം. ബ്രിട്ടനിലും കുടിയേറ്റ തൊഴിലാളികൾക്ക് നിയന്ത്രണം കൊണ്ടുവന്നിട്ടുള്ള വിവരം നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. വിദേശത്തേക്കുള്ള നമ്മുടെ രാജ്യത്തിൽ നിന്നുള്ള ഒഴുക്ക് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഈ വിവരം അതിന് താൽപ്പര്യമുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഓരോ രാജ്യങ്ങളും പടിപടിയായി നിയന്ത്രണങ്ങൾ കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബ്രിട്ടൻ നമ്മുടെ രാജ്യത്തുള്ള തൊഴിൽ അന്വേഷകരുടെ ഒരു പറുദീസ കൂടിയാണെങ്കിലും അടുത്ത കാലത്ത് വന്നിട്ടുള്ള ചില നിയന്ത്രണങ്ങൾ അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾക്ക് കടിഞ്ഞാൺ ഇടുന്ന വിധത്തിലുള്ളതാണ്. ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം UK തദ്ദേശീയർക്കാണ് മുൻഗണന നൽകാൻ അവിടുത്തെ സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ട് തന്നെയാണ് വിദഗ്ധ തൊഴിലാളികൾക്കുള്ള വിസയ്ക്ക് അപേക്ഷിക്കുന്നതിന് ശമ്പള പരിധി ഉയർത്തിക്കൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. ഈ ഉത്തരവ് പ്രകാരം 40 ലക്ഷത്തോളം രൂപ വാർഷിക ശമ്പളം ഉള്ളവർക്ക് മാത്രമേ ഇനി വിദഗ്ധ തൊഴിലാളികൾക്കുള്ള വിസയ്ക്ക് അപേക്ഷിക്കാൻ കഴിയൂ. അതായത് 38,700 പൗണ്ട് വാർഷിക ശമ്പളം ഉണ്ടായിരിക്കുന്നവർക്ക് മാത്രമേ ഇതിന് അർഹത ഉണ്ടാവുകയുള്ളൂ. അറിയേണ്ട ഒരു പ്രധാന വിവരം, നിലവിൽ 26,200 പൗണ്ട് മാത്രമാണ് വിദഗ്ധ തൊഴിലാളി വിസയ്ക്ക് വേണ്ടി നേരത്തെ നിശ്ചയിക്കപ്പെട്ടിരുന്നത്. ഇപ്പോൾ അതിൽ നിന്നാണ് 48% വർധനവ് ഉണ്ടായിട്ടുള്ളത്. 40 ലക്ഷത്തോളം രൂപയാണ് ഇനി അവിടെ വാർഷിക ശമ്പളം ഉള്ളവർക്ക് ഈ വിസ നൽകുകയുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ഒരു 3 വർഷത്തോളമായി ബ്രിട്ടനിൽ എത്തിയിട്ടുള്ള 3 ലക്ഷത്തോളം പേർക്ക് ഇത് ദോഷമാകും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. ഇത് കാണിക്കുന്നത് കുടിയേറ്റം നിയന്ത്രിക്കുകയും നിലവിലുള്ള തൊഴിലാളികൾക്ക് അവരുടെ ജീവിത ചെലവിനുള്ള തുക ഉറപ്പാക്കുകയുമാണ് എന്നാണ് ഔദ്യോഗിക ഭാഷ്യം. കുറഞ്ഞ തുകയ്ക്ക് വിദേശത്ത് നിന്നുള്ളവരെ കൊണ്ടുവന്ന് തൊഴിലിന് നിയോഗിക്കാൻ ഇനി ബ്രിട്ടനിലെ കമ്പനികൾ കഴിയില്ല എന്നുള്ളതാണ് ഇതുവഴി ഉണ്ടായിട്ടുള്ള വലിയ മാറ്റം. ബ്രിട്ടനിൽ ഉള്ള ആളുകൾ, അതായത് തദ്ദേശീയർക്ക് നൽകുന്ന അതേ ശമ്പളം തന്നെ വിദേശ തൊഴിലാളികൾക്കും നൽകേണ്ടി വരും. തദ്ദേശീയർ ആവശ്യത്തിനുള്ള മേഖലയിൽ അവരെ പരിശീലിപ്പിച്ച് ആദ്യം ജോലിക്കെടുക്കണം എന്നും നിർദ്ദേശമുണ്ട്. അതിനുശേഷം മാത്രം ആവശ്യമുള്ള മേഖലകളിലേക്ക് വിദേശ വിദഗ്ധ തൊഴിലാളികളെ കൊണ്ടുവന്നാൽ മതി എന്നുള്ളതാണ് സർക്കാർ നൽകിയിരിക്കുന്ന ഉത്തരവിലെ ഒരു പ്രധാന നിർദ്ദേശം എന്നും മനസ്സിലാക്കിയിരിക്കുക. ഇതുകൂടാതെ കുടുംബ വിസയിൽ ആശ്രിതരെ കൊണ്ടുവരുന്നതിനും നിയന്ത്രണം വരികയാണ്. ഈ മാസം 11 മുതൽ 29,000 പൗണ്ട്, അതായത് ഏകദേശം 30 ലക്ഷത്തോളം രൂപ വരുമാനമുള്ളവർക്ക് മാത്രമേ ആശ്രിതരെ ഇവിടെ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. പക്ഷേ മറ്റൊരു കാര്യം കൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത്, അടുത്ത വർഷം മുതൽ ഈ തുക 38,700 പൗണ്ടായി ഉയരും എന്നുള്ളതാണ്. നിലവിൽ 18,600 രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് ഇപ്പോൾ ഈ മാസം 11 മുതൽ 29,000 പൗണ്ടാകുന്നു. അടുത്ത വർഷം മുതൽ 38,700 പൗണ്ടായിട്ടാണ് വിദ്യാർത്ഥി വിസയിൽ എത്തുകയും എയർ വർക്കർമാരായി എത്തുകയും ചെയ്തവർക്ക് ആശ്രിതരെ കൊണ്ടുവരുന്നതിന് കഴിഞ്ഞ മാസം തന്നെ സർക്കാർ നിയന്ത്രണം കൊണ്ടുവന്നിരുന്നു. ഓരോ പുതിയ നിയന്ത്രണങ്ങളും ബ്രിട്ടനിലും ഇപ്പോൾ നിലവിൽ വന്നു കൊണ്ടിരിക്കുകയാണ്. കാനഡയിലും ചില നിയന്ത്രണങ്ങൾ ഉണ്ടാവുകയും അതിനെ തുടർന്ന് അവിടെ വളരെ പ്രതീക്ഷകളോട് കൂടി എത്തിയ ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്ത വിവരം A+ട്യൂബ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ബ്രിട്ടീഷ് സർക്കാരും അതനുസരിച്ച് അവരുടെ രാജ്യത്തും മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളത്
ഈ രാജ്യങ്ങളിലേക്ക് കുടിയേറ്റം ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഒരു നല്ല പ്രതീക്ഷ നൽകുന്ന വാർത്തയല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നന്ദി.